വാർത്തകളിലേക്ക്. ബീഹാറിൽ സർക്കാർ രൂപീകരണത്തിനായി NDAയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ വരും. ഉപമുഖ്യമന്ത്രി പദവും സുപ്രധാന വകുപ്പുകളും ആവശ്യപ്പെടാനാണ് ഇപ്പോൾ BJPയുടെ നീക്കം. നാളെ NDAയുടെ നിയമസഭാ കക്ഷി യോഗം ചേരുന്നു. മന്ത്രിസ്ഥാനങ്ങൾ വീതം വയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ പട്നയിലെ ചർച്ചകൾ. കൂടുതൽ സീറ്റുകൾ നേടിയ BJP ഉപമുഖ്യമന്ത്രി പദവും ക്യാബിനറ്റിലെ സുപ്രധാന വകുപ്പുകളും ആവശ്യപ്പെട്ടേക്കും. പുതിയ മന്ത്രിസഭയിൽ JDUവിന്റെ 10 മുതൽ 14 മന്ത്രിമാരും BJP വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി 15 മന്ത്രിമാരും LJPക്ക് 3ഉം HAMന്റെയും ഉപേന്ദ്ര കുഷ്വാഹയുടെയും ഓരോ മന്ത്രിമാരും ഉണ്ടാകുമെന്നാണ് വിവരം. നാളെ NDA നിയമസഭാ കക്ഷിയോഗം ചേർന്ന ശേഷം പ്രഖ്യാപനമുണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും സത്യപ്രതിജ്ഞാ തീയതി തീരുമാനിക്കുക. നിലവിൽ ഗാന്ധി മൈതാനിൽ വലിയ ആഘോഷത്തോടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടത്താനാണ് NDA തീരുമാനിച്ചിരിക്കുന്നത്. അതിനിടെ ബീഹാർ ഫലം എല്ലാവരും ആത്മപരിശോധന നടത്തണമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പ്രതികരിച്ചു. ആത്മപരിശോധന നടത്തേണ്ട ഒരു തിരഞ്ഞെടുപ്പ് ഫലമാണ്. ഓരോ പാർട്ടിയും പരിശോധിക്കണം. മഹാഗഠബന്ധൻ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കാര്യക്ഷമമായിട്ട് തന്നെയാണോ മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യം പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് പരാജയത്തെ ചൊല്ലി ലാലു പ്രസാദ് യാദവിന്റെ കുടുംബത്തിലെ കലഹം രൂക്ഷമായി. തന്നെ പോലൊരു മകളോ സഹോദരിയോ ഒരു വീട്ടിലും ജനിക്കാതിരിക്കട്ടെ എന്ന് ലാലുവിന്റെ മകൾ രോഹിണി ആചാര്യ വിമർശിച്ചു. ലാലു പ്രസാദ് യാദവിന്റെ കുടുംബകലഹത്തെ BJPയും രാഷ്ട്രീയ ആയുധമാക്കി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.